നമ്മുടെ സുന്ദരി ഇന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോവാണ്. ഇവളുടെ പപ്പ അമേരിക്കയിലാണ്. അപ്പം അവിടെ നിന്നുള്ള ആൾക്കാർ കാഞ്ഞിരപ്പള്ളി വീട്ടിൽ നിന്ന് വന്ന് സീതത്തോട് നിൽപ്പുണ്ട്. നമ്മൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ പൊന്ന് പോവാണല്ലേ. ടാറ്റ കൊടുത്തേ എല്ലാവർക്കും. ടാറ്റാ ടാറ്റാ. പോവാം. വളരണം. അമ്മക്ക് ചീത്തപ്പേരൊന്നും കേൾപ്പിക്കില്ല കേട്ടോ. ടാറ്റാ. ഇതിന്റെ ബുക്കാണ്. ഇത് വാക്സിനേഷൻ എഴുതിയിട്ടുണ്ട്. നമസ്കാരം. അതായത് നമ്മൾ മേളത്തെ കൊച്ചു ഷെഡുണ്ടല്ലോ, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ദിവസമായി അതിനകത്ത് കിടന്നിട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ പണി ചെയ്യാനും രാത്രി ഇറങ്ങിയൊക്കെ നോക്കണേ. കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പന്നിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല, രാത്രിയിലാണെന്നുള്ള വീട്ടിൽ ചൂടും കൂടല്ലേ. ഇതിനകത്താകുമ്പോൾ നല്ല തണുപ്പാണ് രാത്രിയാകുമ്പോൾ. അപ്പോൾ ഇതിനകം ഒന്ന് വൃത്തിയാക്കി തൂത്ത് തുടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കയറി പോവാണ്. കൈ നിറയെ സാധനങ്ങളാണ്. അയ്യോ, ഈ സംഭവം ഇവിടെ നിന്നാൽ നമുക്ക് എല്ലാ മലകളും കാണാം. ഇപ്പോൾ വൃത്തിയാക്കട്ടെ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഫുള്ള് വൃത്തിയാക്കണം. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാം മുകൾ ഭാഗമൊക്കെ തേച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എങ്ങനെയുണ്ട് വെയിൽ? ഒന്ന് രണ്ട് കാര്യം പറയാനാണ്. ഒന്നാമത്തെ കാര്യം, ആർക്കെങ്കിലും മഞ്ഞപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ, അതായത് മഞ്ഞൾ പൊടിച്ചത് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വിളിക്കരുത്, സമയമില്ല. കണ്ടില്ലേ, പണി തന്നെ പണിയാണ്. രാത്രി എല്ലാ തിരക്കും കഴിഞ്ഞ് വന്നിരുന്ന് ഞാൻ മെസ്സേജ് നോക്കി റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ ഒന്ന് മഞ്ഞപ്പൊടിയുടെ കാര്യം. രണ്ട്, പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കുറേ കമൻറ്റ് കഴിഞ്ഞ ദിവസം ഞാനും കുഞ്ഞാവും മാത്രം പണിയെടുത്ത് വീഡിയോ ചെയ്തപ്പോൾ കുറേ വളരെ 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 വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ കളിയാക്കിക്കൊണ്ടോ, എന്ത് വേദനയല്ലേ ഇതിലൊക്കെ, എന്ത് വേദനിക്കാൻ. ഇപ്പോഴാണ് ഒരു മൂഡ് വന്ന് വെയിലടിച്ചപ്പോൾ. അതായത് ഒരു വളരെ വളരെ നീളത്തിലൊരു പെങ്കൊച്ചിൻ്റെ കമൻറ്റ് ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു. അതായത്, നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് യൂട്യൂബ് ഇല്ലെങ്കിലും വരുമാനമുണ്ട്, യൂട്യൂബ് ഇല്ലാണ്ടും ജീവിക്കാൻ പറ്റും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വ്യൂ കുറഞ്ഞു എന്നും പറഞ്ഞ് ജോലിക്കാരെ പറഞ്ഞു വിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. യൂട്യൂബ് ഇല്ലെങ്കിലും ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു പോകാനുള്ള വരുമാനം ഞങ്ങൾക്ക് ഈ കോഴി, പശു, പോത്ത് അതിൽ നിന്ന് ഇതിൽ നിന്ന് തിരിച്ചു മറിച്ച് ഞങ്ങളുടെ കൃഷിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞങ്ങളുടെ പട്ടിക്കും കോഴിക്കും ഉള്ളതുണ്ട്. ആ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ഒരാളെ ജോലിക്ക് നിർത്തി അവർക്കൂടെ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമുക്ക് വീട് പണിയില്ലായിരുന്നു. വീട് പണി ഇപ്പോഴും പണിഞ്ഞു എന്നല്ല പറയുന്നത്, തറയൊക്കെ കെട്ടി തറയൊക്കെ ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനത് പറയുന്ന കാലത്ത് വീട് പണി എന്നൊരു സംഭവം നമ്മുടെ പ്ലാനിലേ ഇല്ലായിരുന്നു. അതുകൊണ്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കോ വരുമാനം കുറഞ്ഞിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാളെ നിർത്തി നമുക്ക് കടം മേടിച്ച് ശമ്പളം കൊടുത്ത് നമ്മൾ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. അത് ഒരു കാര്യം. പിന്നെ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എന്താണ് നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരൊന്നും സ്ഥിരമായിട്ട് ജോലിക്ക് നിൽക്കാത്തത് എന്നൊരു ചോദ്യം കണ്ടു. ഇത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളായിട്ട് പറഞ്ഞ് നല്ല സൗമ്യമായ രീതിയിൽ വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. മണിയണ്ണനും ചേച്ചി ഞങ്ങൾക്കും അറിയാം, രണ്ടു കൂട്ടരും നല്ല രീതിയിൽ സംസാരിച്ച് പിരിഞ്ഞതാണ്. എൻ്റെ അവസ്ഥ അവരോട് പറഞ്ഞു, അവരത് മനസ്സിലാക്കി, അവർ വേറെ ജോലിക്ക് കയറി.
മണിയണ്ണൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഇടയ്ക്ക് ഞങ്ങളില്ലാത്തപ്പോൾ അണ്ണൻ തന്നെയാണ് ജോലിക്ക് വരുന്നത്. നമ്മൾ ഡെയിലി വേജസ് പോലെ നമ്മളില്ലാത്തപ്പോൾ നിർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും പ്രശ്നമില്ല. പക്ഷേ ഇതിന് മുന്നേ ജോലി ചെയ്ത് ഇവിടെ നിന്നിട്ടുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ വരുമ്പോൾ അവർ നാട്ടിൽ പോകും. ഞാൻ പറയട്ടെ, അജയൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത്. ഈ 3 മാസം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? നമ്മുടെ ഇവിടെ ഉള്ളതിനെ ഒന്നും പട്ടിണി കിടാൻ പറ്റില്ല. നമുക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് വേറെ പോകുന്നത് കൊണ്ട് ഇവിടെ വെറുതെ അച്ചാച്ചിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരെ ജോലിക്ക് നിർത്തും. ഞങ്ങളായിട്ട് പൊക്കോ എന്നും പറഞ്ഞു വിട്ടതല്ല ആരെയും. ഒരുപക്ഷെ ഞങ്ങളുടെ പീഡനം കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദിവസവും പിന്നെ അന്നം തിന്ന് ജീവിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇനി അതല്ലാണ്ട് കൃഷിയാണെങ്കിൽ പോലും ഡെയിലി വെള്ളം ഒഴിച്ച് അതിന് ഡെയിലി പരിപാലിക്കേണ്ടതാണ്. അവധിക്ക് എന്നും പറഞ്ഞൊരു പോക്ക് പോയിട്ട് തോന്നുന്ന സമയത്ത് 30-40 ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഓപ്ഷനില്ല. അപ്പോൾ ആരെയാണോ ജോലിക്ക് കിട്ടുന്നത് അവരെ എടുക്കുക, അതേ ഉള്ളൂ നമുക്കൊരു ഓപ്ഷൻ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അറിയാവുന്ന ഒരു കമ്പനി തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയി സ്ഥിരമായിട്ട് ലീവ് എടുക്കുക, പറയാണ്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ ആളെ എടുക്കും. ആരും അവിടെ ഇമോഷണൽ കാര്യങ്ങൾ നോക്കിയിരിക്കില്ല. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ കൂടെ വന്നവരാരും, പിന്നെ ഒരു കാര്യമുണ്ട്, ആരും ഞങ്ങൾ സ്ഥിരമായിട്ട് അജീവനാന്തം കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ല. കണ്ണാപ്പി അവൻ്റെ ജോലിക്ക് ജർമ്മനിക്ക് പോയി, അവനിവിടെ പഠിക്കാൻ വന്നതാണ്. കിച്ചു നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി. ഉഷയമ്മ കണ്ണാപ്പി ഇവിടെ നിന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് വന്നു, കുറച്ച് ദിവസം സുലോമേനെയൊക്കെ ഒന്ന് സഹായിച്ചു. പിന്നെ ഉഷയമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഉഷയമ്മ എല്ലാവരും പണിയും ചെയ്യും. കാണുമ്പോൾ നമ്മൾ പണിയെടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഉഷയമ്മ വന്നു, നമ്മുടെ എല്ലാം കൂടെ നിന്ന് പോയി. പിന്നെ അവരവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനും ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളല്ല. നിങ്ങൾ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്ര പുതിയ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കമ്പനി തുടങ്ങി അവരെ മാത്രമേ ജോലിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതും ഒരു പുതിയ കമ്പനി പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത്. ചൊറിയുന്നത് ഇതുകൊണ്ട് എൻ്റെ കൈ മൊത്തം കാണാൻ പറ്റുമോ? ചെറുതായിട്ട് കാണില്ല, ഈ വടിവാൾ വീശ പോലെ. ഇതൊക്കെ പുല്ലറുത്തതിൻ്റെ ഭാഗമായിട്ട് ഇത് കാണാമോ? ഇതൊക്കെ പുല്ലിറക്കുമ്പോൾ കിട്ടുന്നതാണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് പഴുത്ത് പൊട്ടി. അത് ഈ മറ്റേ തഴമ്പൊക്കെ ആയി. കുറേ ആയില്ലേ ആരോഗ്യപരമായ പണികൾ എടുത്തിട്ട്? കുറേ ആയിട്ടില്ലേ? എല്ലാം സോഫ്റ്റ് പണികളായിരുന്നു ഈ അടുത്ത കാലത്ത് കേട്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ പൊട്ടി നീരായി. അത് ഇതിപ്പോൾ കാണിച്ച എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞാവേയും കൂടെ ഒക്കെ ബസ് സ്റ്റോപ്പിലുള്ള ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരിക്കും. അതിൽ ഈ കുഞ്ഞാവേൻ്റെ മുടി ഇങ്ങോട്ട് എടുത്തിടുമ്പോൾ കാണാം ഇവിടെ ഇങ്ങനെ വല്ല നീളത്തിലൊരു ചുമന്ന പാട്. അത് ലവ് ബൈറ്റ് ആണ് എന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ഇട്ടെങ്കിലും അത് പുല്ലരിഞ്ഞതിൻ്റെ പാടാണ്. വേണം ഞാൻ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു പാട് കാണാൻ പറ്റും. അത് പുല്ലും ഏതോ ഒരു പ്രാണിയും കൂടെ ചേർന്നുള്ള സമ്പർക്കത്തിൻ്റെ പരമായിട്ട് കിട്ടിയതാണ്. പിന്നത്തെ കാര്യം, എപ്പോഴും എനിക്ക് വരുന്നൊരു കമൻറ്റാണ്, ഈ ചീര എന്തിനാ മൂടെ പിഴുതുകൊണ്ട് പോകുന്നത്? പൊട്ടന്മാരെന്തിനാ ഈ ചീര പിഴുത് കളയുന്നത്? അത് മുറിച്ചെടുത്താൽ പൊട്ടി കളിക്കത്തില്ലേന്ന്. അതായത് നമ്മുടെ പ്രധാന കൃഷി ചീരയല്ല. നമ്മൾ കുഞ്ഞ് പച്ചമുളകിൻ്റെ തൈകൾ, തക്കാളി, അങ്ങനെയുള്ള ചെറിയ തൈകൾ വെക്കൂലേ, അത് വളർന്നു പൊങ്ങുമ്പോഴത്തേക്ക് ഈ ചീരയ്ക്കെന്ന് പറഞ്ഞാൽ 1 മാസം സമയത്തെ പരിപാലനം മതി. 1 മാസം കൊണ്ട് ഇതിൻ്റെ വിളവെടുക്കാം. അപ്പോൾ ഈ തൈകൾ പൊങ്ങി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ തൈകൾ പൊങ്ങി വരുന്ന സമയത്തേക്ക് വെറുതെ നമ്മൾ ചീര നടുന്നേ ഉള്ളൂ. ചീര മുറിച്ച് വിട്ടുകൊണ്ടിരുന്നാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ മുളകിനൊക്കെ കിട്ടേണ്ട വളം ഇത് വലിച്ചെടുക്കും ചീര. നമുക്കപ്പോൾ അത് വേണ്ട. 10-30 ദിവസം കൊണ്ട് ചീരയുടെ വിളവെടുക്കുക, അത് അവിടുന്ന് പിഴുതു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓപ്ഷൻ. ഇത്രയും കൃഷി അറിയാവുന്ന എൻ്റെ അച്ചാച്ചി എന്താ അത്ര പൊട്ടനൊന്നും അല്ലല്ലോ ചീര ഞങ്ങളെ കൊണ്ട് പിഴുതു മാറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നോട്ട് ദ പോയിന്റ്. സംശയങ്ങൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിനിടയ്ക്ക് വിഷമകരമായ ഒരു കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3-4 മാസം മുന്നേ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിടുവിനെ നിങ്ങളുടെ കൂടെ നിർത്തരുത്, കിടു നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും, അതങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മളുടെ കാര്യത്തിൽ കൂടുതൽ സ്നേഹം, കൂടുതൽ കൺസേൺ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് മണിയമ്മയുടെ വിശേഷം ചോദിച്ചു, മണിയമ്മയുടെ നടുവേദനയുടെ കാര്യം ചോദിച്ചു, എന്നോട് അമ്മൂൻ്റെ നമ്പർ ചോദിച്ചു. ആദ്യമൊന്നും ഞാൻ കൊടുത്തില്ല, പിന്നീട് ഞാൻ അമ്മൂൻ്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഈ വക കാര്യങ്ങൾ അവളോട് പറയരുത്, അവർക്കത് വിഷമമാകും, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്ന് നടന്ന ഫെബ്രുവരി 10-ാം തീയതിയോ അങ്ങ് ഫെബ്രുവരി നടന്ന കാര്യം. ഇപ്പം മാർച്ച്, ഏപ്രിൽ, എന്തായാലും 2-2.5 മാസമായി. മിനിഞ്ഞാന്ന് പിന്നെ പറഞ്ഞിരിക്കുന്നു അമ്മൂനെ വിളിച്ചിട്ട്, കൊച്ചിനെ സീതത്തോടിന് വിടരുത്, വിട്ട അവരുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും, അവരുടെ ദാമ്പത്യത്തെ അത് ബാധിക്കുമെന്ന്. എന്ത് മോശ പരിപാടിയാണ് കാണിച്ചത്? അങ്ങനെയൊക്കെ പറയാമോ? എത്ര നമ്മളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്നേഹമാണോ ഉദ്ദേശിക്കുന്നത്, അതോ കുടുംബത്തിലെ ആൾക്കാരുടെ ഇടയിൽ കുത്തിത്തിരിപ്പാണോ ഉദ്ദേശിക്കുന്ന തരത്തില്ല? ഞാനും അമ്മു ആയതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാവും, അതുകൊണ്ട് ഇതൊരു പ്രശ്നമായില്ല. ചില കുടുംബങ്ങളിൽ ഇത്രയും മതി, ഒരു പ്രശ്നം ഉണ്ടാകും. കാരണം അമ്മുവിൻ്റെ നമ്പർ കൊടുത്തത് ഞാനാണ്.
അവർ വേണേൽ പറയാം, അവർക്ക് വേണേൽ പറയാം ഞാൻ തന്ന നമ്പറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇന്ന ആൾക്ക് ചേച്ചി നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയില്ലടി നീ നമ്പർ എന്ന് പറഞ്ഞ് നമ്പർ അവൾ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചാറ്റ് എടുത്ത് നോക്കി, എൻ്റെ ഫോണിൽ ചാറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലെ വോയിസ് മെസ്സേജൊക്കെ കിടക്കുണ്ട്. അവളുടെ അടുത്ത് പറയാൻ നിൽക്കേണ്ട. ഞാൻ ഓർക്കുന്നത് പറയുമ്പോൾ കുറേ പേര് ഇങ്ങനെ അമ്മൂൻ്റെ മണിയമ്മയുടെ കോൺടാക്ട് എന്നോട് ചോദിക്കും, എന്തിനാ വെച്ചാൽ മണിയമ്മയുടെ നടുവേദനയ്ക്ക് മരുന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ചിലർക്കൊക്കെ ഞാൻ കൊടുക്കും, ചില സമയത്ത് ഞാൻ കൊടുക്കാറില്ല, ജനുവിനത് തോന്നുമ്പോൾ കൊടുക്കും. ഇതെന്തോ എൻ്റെ സമയദോഷത്തിന് ഞാൻ കൊടുത്തതാണ് നമ്പർ. പിന്നെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഇവർ പറയില്ല. കാരണം കുറച്ച് നാളായിട്ട് നമുക്കിങ്ങനെ ഹായ് ഹലോ മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കുന്ന ഒരു വ്യക്തി. കാരണം എന്നെ വിളിക്കുന്ന എല്ലാവരുമായിട്ടും എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. നമ്മളോടുള്ള ഒരു സ്നേഹം അവർ സംസാരിക്കുന്നു, നമ്മളപ്പോൾ സ്നേഹം തിരിച്ചു കാണിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ബന്ധം വളരെ ചുരുക്കം ആൾക്കാരുമായിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും നമുക്കൊരു വിശ്വാസമുണ്ട്, എന്നാൽ അമിത വിശ്വാസമോട്ട് ഇല്ലതാനും. അതിൻ്റെ പുറത്ത് നമ്മൾ മാന്യമായി സംസാരിക്കുമ്പോൾ തിരിച്ച് നമുക്ക് ആ ഒരു മാന്യതയും കൂടെ കിട്ടണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ മുഖകാന്തിയുടെ രഹസ്യം എന്താ മഞ്ഞപ്പൊടിയാണ്. ഇവിടുത്തെ മഞ്ഞൾ ഇങ്ങനെ അരച്ച് ഒക്കെ ഞാൻ ചുമ്മാ പറയുന്നത് കേട്ടോ. ഒരു തേങ്ങയില്ല, കാന്തിയില്ല, തേങ്ങയില്ല. അതായത് മഞ്ഞപ്പൊടി ഞാനങ്ങ് വാരിത്തേക്കാറൊന്നുമില്ല. പിന്നെ വീട്ടിൽ കറിയിൽ 1% പോലും മായം ചേരാത്ത നമ്മൾ പറിച്ച് പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞൾ. നമ്മളെന്ന് പറയുമ്പോൾ ആരൊക്കെയാ, ഒരു സൈഡിൽ ഞാൻ സീതത്തോട്ടിലെ മഞ്ഞൾ ഉണക്കുന്നു, മറു സൈഡിൽ എൻ്റെ അമ്മ, അതായത് കുഞ്ഞാൻ്റെ അമ്മ, എൻ്റെ അമ്മായി അമ്മ അവിടെ നട്ടു വളർത്തിയ വയനാടൻ മഞ്ഞൾ, അത് പുഴുങ്ങി ഉണങ്ങുന്നു. അമ്മ ഉണങ്ങിയ മഞ്ഞളും ഞാൻ ഉണങ്ങിയ മഞ്ഞളും എല്ലാം നമ്മൾ സീതത്തോട്ടിൽ കൊണ്ടുവന്നിട്ടാണ് പൊടിക്കുന്നത്. പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്നവർ കുറച്ച് കൂടുതലായിട്ട്, അതായത് ഈ 100 ഗ്രാം 200 ഗ്രാം മേടിക്കാൻ ഇച്ചിരി കൂടുതലായിട്ട് മേടിച്ചായിരുന്നെങ്കിൽ എനിക്ക് പാക്ക് ചെയ്ത് അയക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ത്രാസൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, ചീര തൂക്കുന്ന കാണത്തില്ലേ അതുപോലെ. അന്നേരം ഞാൻ ബാക്കിയും കൂടെ തുടച്ചിട്ട് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ മടിയാണ്. അതായത് എന്താണെന്ന് പറയുമ്പോൾ ഈ ഒരു അഡിക്ഷൻ ഉണ്ട് നമുക്ക്. ചില കാര്യങ്ങളിൽ നമുക്ക് അഡിക്ഷനാണ്. ചില സമയത്ത് എനിക്ക് വീഡിയോ എടുത്തിടുന്നതിനോടൊരു അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് വീഡിയോസ് വരും. ഇപ്പം എൻ്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പണിയെടുക്കുക. വെയിലും നോക്കൂല, മഴയും നോക്കൂല, എന്തെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ടെൻഷൻ അശോ നേരം വെളുത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കാമല്ലോ. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരവസ്ഥയല്ല ഞാൻ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വീഡിയോ ഞാനിപ്പോൾ 2-3 ദിവസം കൂടിയിട്ട്, അന്ന് ഞാൻ എപ്പോഴും എടുത്തു വെച്ചായിരുന്നു. നമ്മൾ അന്നത്തെ നേരത്തേക്കാണ് ഫോൺ നിറയെ വീഡിയോസ് ഉണ്ടാവും. കുറേ ദിവസം കൂടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും കുഞ്ഞാനും കൂടെ ഉള്ള ഡേ ഇൻ അവർ ലൈഫ് ഇട്ടത്. പിന്നെ മടി പിടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ 3-4 വീഡിയോസ് എടുത്ത് വെക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം കുറേ പെൻഡിങ് പണികൾ കിടപ്പുണ്ടെന്നേ, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ചിലരുടെ സംശയങ്ങൾ, ചില പ്രശ്നങ്ങൾ എനിക്കിരുന്ന് കുട്ടിയിരുന്ന് റിപ്ലൈ കൊടുക്കണം. പിന്നെ കുറേ പേര് കുഞ്ഞാവ ചെറുപ്പക്കാരനായി ചെറുക്കനായി എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് ഇളകി നടക്കുവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിലാരോ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളെ കണ്ട അമ്മയും മോനെയും പോലെ ഉണ്ടെന്ന്. ശരിയാണ്, ഞാൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവനെ കുഞ്ഞാവേ എന്ന് വിളിക്കുന്നത്. നാളെ ഒരിക്കൽ ഞാൻ അമ്മയും അവൻ മകനാകും എന്നുള്ള പൂർണ്ണ ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവനെ മോനെന്ന് കരുതി കുഞ്ഞാവേ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു മോനുള്ളത് കിടുവാണ്, അവൻ LKGയിൽ നിന്ന് UKGയിലോട്ട് പോകുന്നു. പിന്നെന്താണ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വഴിയേ ഞാൻ പറയാം. ചക്കയും ചാമ്പയ്ക്കയും പേരയ്ക്കും ഒക്കെ വെറുതെ പഴുത്ത് പൂത്തൊക്കെ പോകുന്നുണ്ട്. കയ്യേ വടിവാളിൻ്റെ പാട് പോലെ ഈ കയ്യിൽ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെ വെട്ടും കുത്തും ഒക്കെ ഉണ്ട്. അമ്മൂനെ ഒന്ന് വിളിച്ച് വരുത്തണം കണ്ണൂരിൽ നിന്ന് അപ്രൻറ്റീസായിട്ട് പണിയെടുപ്പിക്കാൻ. കുഞ്ഞാവൻ്റെ മുഖം മൊത്തം വടിവാൾ പോലെ വരഞ്ഞ പാടുകളാണ്. അല്ല, അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വന്ന് 2 ദിവസം പണിയെടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി എന്നെ കാണാൻ വരണമെന്ന് ആഗ്രഹം പറയുന്നവരൊക്കെ കൊണ്ടുവന്ന് നിർത്തി 1 ദിവസം പണിയെടുപ്പിക്കുക. 1 ദിവസം ഫുൾ എന്നെ കണ്ടുകൊണ്ട് പണിയെടുക്കട്ടെ നല്ല സ്നേഹത്തോടെ. എനിക്ക് വെള്ളം കുടിച്ച് വയ്യേ. ഇനി ഇച്ചിരി ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിക്കാൻ തോന്നുന്നു കേട്ടോ. മണിയമ്മയുടെ ഓപ്പറേഷൻ തീയതി ഉറപ്പിച്ചു. അപ്പോൾ കിടൂനെയും കൊണ്ട് അമ്മു അണ്ണാണിയും കൂടെ വരുന്നുണ്ട്. അവനെയും അമ്മയും കൂടെ നോക്കാൻ അമ്മൂന് പറ്റത്തില്ലല്ലോ ഒരേ സമയം. അന്നേരം കിടു ഇങ്ങി വരും, പിന്നെ അണ്ണാണിയും വരും. വെയിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, ഇതാകുമ്പോൾ ആരെ ശല്യം ചെയ്യാണ്ട് ഞങ്ങൾക്ക് രാവിലെ എണ്ണീട്ടുള്ള പണി എനിക്ക് കുഞ്ഞാൾക്കും ചെയ്യാം. താഴെ ആകുമ്പോൾ എണ്ണീറ്റ് കഴിയുമ്പോൾ എല്ലാവരും ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് തീർക്കുകയും ചെയ്യാം രാവിലെ തന്നെ എണീറ്റിട്ട്. പിന്നെ നമ്മുടെ മറ്റേ ചെറിയ ഗ്യാസൊക്കെ ഉണ്ട്, അതിവിടെ കൊണ്ടുവച്ചാൽ അത്യാവശ്യം ഞങ്ങളിപ്പോൾ ചായ കുടിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലെങ്കിലും അത്യാവശ്യം ചൂടുവെള്ളവും കാര്യമൊക്കെ അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം രാവിലെ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ മണിയണ്ണനും ചേച്ചിയൊക്കെ ഇടയ്ക്ക് വന്നിങ്ങനെ പകൽ സമയത്ത് ചൂട് കാരണം ഇതിനകത്ത് വന്നിരിക്കും. ഇതിൽ ഷീറ്റാന്ന് പറഞ്ഞാലും അത്ര വലിയ ചൂടൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ചൂടേ ഉള്ളൂ. പിന്നെ പുറത്തങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. രാത്രി ഭയങ്കര തണുപ്പ്. നമുക്ക് സന്ധ്യ ആകുമ്പോൾ തൊട്ട് ഇതിനകത്ത് തണുപ്പാണ്, മൊത്തം ഓപ്പണായിട്ട് കിടക്കുന്നില്ല. പിന്നെ മലഞ്ചേരുമല്ലേ, കാറ്റിങ്ങനെ വീശും. അപ്പോൾ
പിന്നെന്താ, കുറേ പണികൾ ഇങ്ങനെ പെൻഡിങ് കിടപ്പുണ്ട്, കുറേശ്ശായിട്ട് ചെയ്യാനുള്ളത്. എല്ലാം ഒന്നൊന്നായിട്ട് ചെയ്യണം, ഒരുമിച്ച് നടക്കത്തില്ല എല്ലാം കൂടെ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ മൊത്തം പറമ്പും മുറ്റവും എല്ലാം ബ്ലീച്ചിങ് പൗഡർ സ്പ്രേ ചെയ്യുന്ന ദിവസമാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പട്ടിയും കോഴിയെല്ലാം ഉള്ളതല്ലേ, കോഴിപ്പേനോ അങ്ങനെ പട്ടിയുടെ ചെള്ള അങ്ങനെയുള്ള സാധനമൊക്കെ മണ്ണിക്കിടന്ന് ഇങ്ങനെ പെരുകും. അതുകൊണ്ട് നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശല്യമില്ല. അപ്പം ഇന്ന് ബ്ലീച്ചിങ് പൗഡർ അടിക്കുന്ന ദിവസമാണ്. പിന്നെ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ആരെ പോയി കണ്ടു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് രാവിലെ പെട്ടെന്ന് പണികൾ തീർത്തിട്ടാണ് പോയി കണ്ടത്. പിന്നെന്താ വിശേഷം? പിന്നെ ഞാൻ വന്ന് പട്ടിക്കുഞ്ഞിനെ കൊടുത്ത് വന്നു, ചോറിന് കറിയും വെച്ച് ഒരുപാ ചോറ് കൊണ്ടിട്ട് ഓടി വന്നതാണ്. ഇതിന്ന് ചെയ്തിടാം, ഇന്ന് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ കിടക്കാം. 3-4 ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് കിടക്കണമെന്ന്. അത് നല്ല കാറ്റാണ്, സുഖമാണ് അതിനകത്ത് കിടക്കണം. ചൂടിൻ്റെ പ്രശ്നമില്ല. രാത്രി എങ്ങനെയാണെന്ന് പറഞ്ഞാലും വീടിനകത്ത് ചൂടാണ്. ഒരു കുറേ നേരം വെളുക്കുന്നവരെ ചൂടാണ്. അതിലും നല്ലത് ഇങ്ങനെയാകുമ്പോൾ സുഖം സംഗതി. ഇവിടെ വീടാണ്, നിങ്ങൾക്കറിയാമല്ലോ, തൊട്ട് താഴെ വീടാണ്, കാണാം. പിന്നെ രാത്രി പട്ടി കുരയ്ക്കുമ്പോൾ നമ്മളാരിൽ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ പട്ടിയുടെ ഒച്ച അടങ്ങും. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് കുരയ്ക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒരാളെന്നൊക്കെ ഉള്ളത് നല്ലതാണ്. ബാക്കി ചെയ്യട്ടെ, ഇനി തുടച്ചിട്ടൊക്കെ പിന്നെ വീഡിയോ എടുക്കാം. ബ്ലീച്ചിങ് പൗഡർ അടിക്കുന്നുണ്ട്. നമ്മളവിടെ പട്ടിക്ക് ചോറൊക്കെ വെക്കുന്നത്. മുണ്ടക്കണ്ണം വെച്ച് നോക്കുന്നു. അവിടെയെല്ലാം കാട്. ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് കേട്ടോ, നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ അടിച്ചാൽ ഈ പാമ്പൊക്കെ ഉണ്ട്, കുഞ്ഞിപ്പാമ്പൊക്കെ ഉണ്ട്, ഇറങ്ങിപ്പോയിക്കോളൂ, ഇരിക്കുവല്ല. എന്തൊരു സുഖം. അതായതേ, വെള്ളം കുടിച്ച് വയറ് പൊട്ടി അന്തരിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? മിക്കവാറും കേൾക്കും. ഞാൻ വെള്ളം കുടിച്ച് ഏകദേശം അന്തരിക്കാറായി. എന്തോ ഒരു സാധനം എന്നെ കാണിച്ചു. അത് വെള്ളം കുടിച്ച് ഞാൻ അന്തരിക്കാറായി. എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷേ എനിക്ക് വെള്ളത്തിനോടുള്ള ആക്രാന്തം തീരുന്നില്ല. ഒരു കലം മോരും വെള്ളം കുടിച്ച്, വെറും പച്ചവെള്ളം കുടിച്ചു, വീണ്ടും പച്ചവെള്ളം കുടിച്ചു, ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്ന് വീണ്ടും പച്ചവെള്ളം കുടിച്ചു. കാലാവസ്ഥ അനുകൂലമാണ്. മിക്കവാറും നല്ലൊരു പെരുമഴ പെയ്യും. ഹായ്, എനിക്ക് രാത്രി ഇവിടെ കിടക്കാൻ കൊതിയാകും. ചിന്നു എല്ലാം വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്, ചിന്നുവിന് കൂടെ കിടക്കാൻ. ഇനി ഞാൻ കിടത്തുന്നുണ്ട് ഞാനവിടെ. അപ്പോൾ നമുക്കിനി തറയെല്ലാം കഴുകി ഇതിൻ്റെ വിടവിൽ ഇഷ്ടം പോലെ പട്ടീൻ്റെ രോമവും, പിന്നെ നമ്മൾ കിടക്കാണ്ടിരിക്കുമല്ലായിരുന്നു, വേറെ കുറേ എന്തൊക്കെയോ പാറ്റയുടെ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം അടിച്ച് കഴുകിയപ്പോൾ അതെല്ലാം പുറത്തു പോയി കുട്ടപ്പനായിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുട്ടപ്പിയാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനിയുള്ള വെള്ളം ബാക്കി ലോഷനും കൂടി വെച്ച് നമുക്ക് തുടയ്ക്കാം. ശരിക്കും വെള്ളത്തിൽ മുക്കി തുടയ്ക്കണമെന്ന് എനിക്ക് അറിയാവയ്യാഞ്ഞിട്ടല്ല, അഹങ്കാരം. ഒരു മഴ, ഇതെല്ലാം തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മഴയും കൂടെ പെയ്തായിരുന്നു അടിപൊളിയായിരുന്നു. കുറേ നേരം ഇനി ഇരുന്ന് തുടച്ചാലും, അല്ല കുറച്ച് നേരം കിടന്ന് തുടയ്ക്കാം. അത് നല്ല രസം. ഇന്നലേക്ക് പോയാൽ ഞാൻ കിടന്ന് തുടച്ചില്ലെങ്കിലും തുടച്ച് കിടപ്പിലാവും. ഇപ്പം പട്ടികളെല്ലാം മിണ്ടാണ്ട് കാല് വെച്ച് കിട്ടുന്നോ? പട്ടികളെല്ലാം മിണ്ടാണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാമെന്ന് മനസ്സിലാവുമ്പോൾ എല്ലാം കൂടെ കുറേ കരിയിലെല്ലാം കൂടെ വാരി കൂട്ടി ഞങ്ങൾ കത്തിച്ച്. അപ്പം അതുകൂടെ ഇപ്പോൾ ഭയങ്കര ചൂട്. കരിയില കൂട്ടിയിട്ടല്ലേ പാമ്പ് കയറുന്നത്. കാല് കുഞ്ഞാ.
പാറുവിൻ്റെ കുഞ്ഞുങ്ങളെ കത്തി നോക്കിയിട്ട് ഒന്നെണ്ണത്തെ നൂറെണ്ണത്തെ കാണുന്നില്ല. അവിടെയാണ് കരച്ചിൽ. എവിടെ പോയിടാന്ന് ഒരു പിടിയില്ല. ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നില്ല. എന്നിട്ട് കുറേ ഇത്ര വന്ന് മാറി നോക്കുമ്പോൾ ഞാൻ ചവിട്ടി ഇന്നോടത്ത് കിടക്കുക. സംഭവം ചാണകത്തിൻ്റെ ഇതിൻ്റെയും കളർ ഒരേപോലെ അറിയുന്നില്ല. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അറിയില്ല, ഒരേ കളർ, ഒരു വ്യത്യാസമില്ല. ചാണകവും അതും ഒരേ. നിന്റെ തലക്കെട്ടായിരിക്കും പറ്റും. എൻ്റെ കാര്യം മാറും. ചിന്നു വീഡിയോ നോക്കി ചിരിക്കും. ചിന്നുന് വേണോ? കരിക്ക് വേണോ? വെട്ടിപ്പൊട്ടിത്തരാം. ഇതാണ് നമ്മുടെ പട്ടിക്കുള്ള ചോറ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണ്ട കൂട്. കിടുവില്ലാത്തോണ്ട് ഇപ്പൊ ചിന്നുനോടാ വഴക്ക്. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ പുറത്തോട്ടൊന്ന് ഇരുന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ നോക്കിയേ. തൊത്തേ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് ബാക്കിലൊരു ജനലുണ്ട്. ഞാൻ അകത്ത് കണ്ണാടി നോക്കി ഒരുങ്ങുമ്പോൾ പാട്ട് വെച്ചോടെ ഒരുങ്ങുന്നത്. അപ്പോൾ ജനലേ വന്നിരുന്നോണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും. ഇനി ഞാൻ കാണിച്ചു തരാവേ. ഡാൻസ് കളിച്ച തൊത്തേ തലയാട്ടിക്ക് ഇങ്ങനെ 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 ഇങ്ങനെ. അമ്മയുടെ കണ്ണാന്തുമ്പി ഒന്ന് പഠിക്കമ്മേ. തൊത്തേ തൊത്തേ ഒരു കൊച്ചെവിടെ? ഒരു തൊത്തെവിടെ? ഒരു കള്ളിപ്പെണ്ണ എവിടെയാ? കള്ളിത്തൊത്ത് എവിടെയാ? കള്ളിത്തൊത്താണോ? ഒരുമ്മ തൊത്തേ വല്ലാത്തൊരു തൊത്ത. ഒരു പൊന്നിന്റെ വന്നെ കിട്ടുന്നില്ല. ഒരു ചുന്ദരി ജാനുവിന്റെ കുഞ്ഞിനെ കൊടുത്തില്ലേ, അതുപോലൊരു കുഞ്ഞൊരു വീട്ടിലുണ്ട്. എന്നും ഞാൻ അതിനെ കാണും. അത്രേ ഉള്ളൂ. അത് എന്തൊരു കളിയാന്നോ അതിന്. വന്നേ അമ്മ ചോദിക്കാം. ജാനുവിന്റെ കൂട്ട് തന്നെ ആയിരിക്കും. ജാനു പിടി തരൂല. എനിക്ക് പേടിയാ എന്റെ കടി വന്നതിന് ശേഷം പിടിക്കാൻ. ഇത് പിടിച്ചാള് കടിക്കത്തൊന്നുമില്ല. എനിക്ക് വയ്യ കടി. അമ്മ നോക്കി നോക്ക്. ഇവിടെ കയ്യിൽ ഇവള് ഭയങ്കര സാധന. ഇവള് എനിക്ക് പേടിയാ. കണ്ട ഇത്രയും പാവം കൊച്ചിനെ പറ്റി അമ്മ കടിക്കുമെന്ന് പറഞ്ഞു. ഇനി എടുത്തോണ്ട് വാ. അമ്മ സൂപ്പിടുക. സുന്ദരി എല്ലാരും ഒന്ന് കണ്ടേ. നിക്ക് അമ്മയുടെ സുന്ദരി എല്ലാരും ഒന്ന് കണ്ടേ. എവിടെ ചുണ്ടരി അല്ലേ ഇത്? ഞങ്ങളുടെ ഒരു സുന്ദരി മോളല്ലേ ഇത്? കണ്ണെവിടെ? മുഖം ഒന്ന് മുറിച്ചു വെച്ച്. പൊന്നാണ് നമ്മുടെ സ്വത്താണ്. തൊത്ത ഇതാരും തൊത്തേ? ഇവിടെ തൊത്താണ്. എൻ്റെ മോളാണോ? അമ്മൂസിൻ്റെ കൊടുത്ത പട്ടിക്കുട്ടിയുടെ അമ്മ ഞങ്ങളുടെ ജാനി. ഈ പല്ല് നോക്കിയാൽ നേരെയില്ലാത്തൊരു പല്ല്, മുടമ്പല്ല്. ഇതാരാ? തുല്ലമ്മയുടെ കൊച്ചിനെ കണ്ടോ? തുല്ലമ്മയുടെ കൊച്ചാണോ? തുല്ലമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കും. കണ്ടെന്തിയേ? അങ്ങനെ ഞങ്ങൾ ബെഡ് താഴത്ത് വിരിച്ചിരിക്കുന്നു. തലയിലായോ? മുടി ഇപ്പൊ ചുമക്കും. കാരണം തണുത്ത കാറ്റല്ലേ, ആ ചൂട് കാറ്റല്ലേ റൂമിൽ കിടന്ന് കറങ്ങുന്നേ. പുറത്തുനിന്ന് തണുത്ത കാറ്റ് പറ്റിയത് ഇങ്ങോട്ട് ഇതാകുമല്ലോ. ഇങ്ങോട്ട് പക്ഷെ പകല് വെയിൽ എന്തൊക്കെ കടിച്ചതിൻ്റെ ചോദിച്ചിട്ട് പുല്ല് കിട്ടിയില്ല. പുല്ലെന്ന് പറയുന്നത് പിന്നെ മണ്ണില് ഇച്ചിരി ചണച്ചാക്ക് ഒപ്പിച്ചിട്ട് ഇട്ടിട്ട് കയറിന് കെട്ടണം. കെട്ടിയിട്ട് രാവിലെ വെയിൽ മൂക്കും അങ്ങ് നനച്ചു കൊടുത്താൽ. അല്ല ഇനിയിപ്പോൾ അവരെ എവിടെ ഇരിക്കാൻ സമയം? ഇരിക്കാൻ സമയമില്ല. അത് സമയം എന്ന് വെച്ചാൽ നമുക്ക് പക്ഷെ ഇനി അറിയാൻ പറ്റില്ല. നാളെ വരെ സുഹൃത്തിൽ കിടന്ന് ഉറങ്ങിപ്പോവായിരിക്കും. നാളത്തെ ഇന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് വന്നു 1-2 വിചാരിക്കാതെ വർക്ക് വരുമ്പോൾ ഫ്രീ ടൈം കഷ്ടം പറഞ്ഞു. എന്നാണ് ഈ നാളെ എണീക്കുമ്പോൾ തന്നെ 10 മണിയാവുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് രാവിലത്തെ പരിപാടി എടുത്ത് പുല്ല് കുറച്ച് വെട്ടിയിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്.